സ്വാതിയോ? അവളെവിടെ? അവള് റൂമിൽ കാണും. ഇതുവരെ അങ്ങോട്ട് വന്നില്ല. എടാ, എല്ലാവരും കൂടുന്നതിന് മുമ്പേ അവരിവിടുന്ന് പുറത്താക്കണം. മുത്തച്ഛനോ മുത്തശ്ശിയോ സത്യം അറിഞ്ഞാൽ പോലും പിടിച്ചു നിൽക്കാം. എന്റെ അമ്മയോ ഈ വീട്ടിലെ മറ്റുള്ളവരോ അറിയാൻ പാടില്ല. നീ താഴേക്ക് ചെന്ന കള്ളി പൊളിയും. തച്ചിലെടുത്ത് ലക്ഷ്മിയുമായി നീ ചെന്ന വിവരം ആ സ്ത്രീ പറയും. നീ ആ ലക്ഷ്മിയുടെ കഴുത്തി താലി കെട്ടിയെന്നറിഞ്ഞ മുത്തശ്ശനെ എങ്ങനെ ക്ഷമിക്കുന്ന നീ പറയുന്നേ? നിന്റെ താലികെട്ട് നടന്നു, ഇനിയൊരു താലികെട്ട് പാടില്ലെന്നാ ജ്യോതിഷവിധി. അത് കേട്ട് മുത്തശ്ശനും നിന്റെ അമ്മയും ഭയന്നിരിക്കുക. സ്വാതിയുടെ നിന്റെ വിവാഹത്തിന് മുത്തശ്ശൻ സമ്മതിക്കില്ല. നിന്റെ അമ്മയോട് നീ താലി കെട്ടിയ പെണ്ണാമ്മൂന്ന് മുത്തശ്ശന് പറയേണ്ടി വരും. എടാ, ഉറപ്പായും പറയൂടാ. അവർക്ക് എന്തിനും വലുത് നിന്റെ ജീവനാ. നീ കരുതുന്ന പോലെ നിന്നെ പിന്തുണയ്ക്കാൻ മുത്തശ്ശന് കഴിയില്ലടാ. നിന്റെ ജീവൻ വെച്ചുള്ള കളിയാത്. പിന്നെ ഞാൻ എന്ത് ചെയ്യൂടാ? എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. എടാ, അവരൊന്ന് പുറത്തിറക്കാൻ എന്തോ ഒരു പോവഴി. പുറത്തിറക്കിയ ബാക്കി ഞാൻ ഏറ്റു. അവര് ബന്ധുത്വം ചമഞ്ഞിരിക്കുക. അമ്മൂന്റെ ബന്ധുക്കളെന്നൊരു പരിഗണനയാ മുത്തശ്ശനും മുത്തശ്ശിയും കൊടുക്കുന്നത്. അവര് കരുതുന്നതേ ഭാര്യ വീട്ടുകാർക്ക് കിട്ടുന്ന പരിഗണന എന്നാ. എടാ, അമ്മ മടങ്ങി വരാതെ നമുക്ക് ഒന്നിനും കഴിയില്ല സഞ്ജു. എന്തെങ്കിലും ഇടപെടലുകൾ നടത്തിയ ഗുണത്തേക്കാളത് ദോഷവും. എടാ, നീ പോയി അമ്മുവിനെ ക്ഷേത്രത്തിൽ നിന്ന് എത്രയും വേഗം കൂട്ടിക്കൊണ്ടു വാ. പിന്നെ വന്നവരുടെ വാ അടപ്പിച്ചിരുത്താൻ കാവേരിപ്പച്ചോട് പറ. പോടാ വേഗം. എടാ സഞ്ജു, പോടാ, ചെല്ല്. ഈശ്വര, ഏത് നിമിഷവും സച്ചി കയറി വരും. രാവിലെ പുറത്തേക്ക് ഇറങ്ങി പോയതാ. തച്ചിലെടുത്ത കാര്യമായി സച്ചിക്ക് നല്ല ബന്ധമാ. സത്യം എങ്ങനെ പുറത്തു വന്നാ ആത്മസുഹൃത്തായിട്ട് അവനെ ഞാൻ ചതിച്ചെന്നേ പറയൂ. ഇല്ല, ആരെയും ഞാൻ ചതിച്ചിട്ടില്ല. ഒരു പെണ്ണിന്റെ ജീവിതം രക്ഷിക്കാനേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. ആരോട് പറയാൻ, ആരും വിശ്വസിക്കാൻ? ഈശ്വര, സ്വാതിക്ക് മുന്നിൽ ഞാൻ അപരാധിയായി പോവുമല്ലോ. അമ്മയുടെ തീരുമാനം തന്നെ എന്റേതും. ചന്ദ്രകാന്തത്തിലേക്ക് പോകാനാണെങ്കിൽ പോയേക്കാം. തറവാട്ടിലേക്ക് വന്ന് താമസിക്കണമെന്ന് പറഞ്ഞതും അമ്മയാ. അച്ഛന് താല്പര്യം നമ്മൾ ചന്ദ്രകാന്തത്തിലേക്ക് തിരിച്ചു പോകുന്നതാ. ഇന്നലെ സംസാരിച്ചപ്പോഴും അച്ഛൻ ആ വിഷയം എടുത്തിട്ടു. പോകുന്നത് മരുന്നതും ഒക്കെ അവിടെ നിൽക്കട്ടെ. വിവാഹത്തിനൊരു തീയതി ഫിക്സ് ചെയ്യുന്നതിനെ പറ്റി നിന്റെ അച്ഛൻ എന്താ പറയുന്നത്? അത് എന്നോടാണോ ചോദിക്കേണ്ടത്? നിങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ട് 2 ദിവസമായെന്ന് അച്ഛൻ പറഞ്ഞ് ഞാൻ അറിഞ്ഞു. അമ്മ കാണിക്കുന്ന അവഗണനയില് അച്ഛന് നല്ല വിഷമമുണ്ട്. ഒരാൾ ആത്മാർത്ഥമായിട്ട് വിഷമിക്കുന്നുണ്ടെങ്കിലേ അതയാൾക്ക് കുറ്റബോധം ഉണ്ടായിട്ടാ. മകളുടെ ജീവിതത്തേക്കാൾ തന്റെ പ്രൊഫഷന് മുൻഗണന കൊടുത്ത ആളല്ലേ. കുറച്ചൊക്കെ കുറ്റബോധം പ്രകടിപ്പിച്ചേ പറ്റൂ. നാട്ടിലേക്ക് വരുന്ന കാര്യം പ്രഭ എന്ത് പറഞ്ഞു? അച്ഛൻ ഉടനെ വരാനാ സാധ്യത. അതിനുവേണ്ട പരിശ്രമത്തിൽ അച്ഛൻ. കമ്പനി ലീവ് അനുവദിച്ചു കഴിഞ്ഞാലുടൻ വിവാഹത്തിന് ഡേറ്റ് ഫിക്സ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു വാർത്ത വന്നാലുടൻ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകും. ആ ശ്രീകുട്ടി, ഇവിടെ നിൽക്കുകയാണോ? നിനക്ക് വേണ്ടപ്പെട്ടവരൊക്കെ വന്നിട്ടുണ്ട്. എന്റെ ഫ്രണ്ട്സ് ആരും ഇവിടെ വരാൻ വഴിയില്ലല്ലോ. ആരാ കവിതേ? ഇവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാരാ? അമ്മു. അമ്മുന്റെ വീട്ടിൽ നിന്ന് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ഒരു സംഘം കാഴ്ചവസ്തുക്കളുമായിട്ട് എത്തിയിട്ടുണ്ട്. ചെന്ന് നോക്ക്. വാഴക്കുലയും നാട്ടു സാധനങ്ങളൊക്കെ നിരത്തി വച്ചിട്ടുണ്ട്. ഇതെന്താ വല്യേച്ചി, രാജകൊട്ടാരോ? അല്ല, അമ്മുവിന്റെ ആൾക്കാരെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അവർക്കെന്താ ഇവിടെ കാര്യം? അയ്യോ, അവളെ ക്ഷണിക്കാതെ അവര് വരുവോ? അവൾ എവിടെ നിൽക്കുന്നെന്ന് അവരെങ്ങനെ അറിയാനാ? അവള് വിളിച്ചു വരുത്തിയ തന്നെ വല്യേച്ചി. അമ്മ അവരെ ക്ഷണിച്ചു വരത്തില്ലെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഈ വിശ്വാസം തന്നെയാ നിനക്ക് ദോഷമായി വരാൻ പോകുന്നത്. അമ്മുവിന്റെ ബന്ധുക്കളാണെന്ന് അവര് പറഞ്ഞു. അവളെവിടെയുണ്ട്? അവളെ ഞാൻ കണ്ടില്ല. 2 സ്ത്രീകളും ഒരു കുട്ടിയും ഉണ്ട്. അവളുടെ ബന്ധുക്കളാണെന്നാ പറയുന്നത്. കണ്ടാ തന്നെ അറിയാം ഏതോ കുഗ്രാമത്തിൽ നിന്നാ വരുന്നെന്ന്. ആ വരവ് കണ്ടിട്ട് ഉടനെ അങ്ങ് ഇവിടുന്ന് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. ഓരോരുത്തരെയായി കുടുംബത്തിലേക്ക് കയറ്റാനുള്ള ശ്രമമാണല്ലോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാ കവിതേ ഈ വീട്ടിൽ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്? അതിലും കഷ്ടം അച്ഛൻ കാണിച്ച പാപ്പരത്തോ വല്യേച്ചി. വീട്ടുപണിക്കാരിയുടെ ബന്ധു ചമഞ്ഞ് വന്ന ആ സ്ത്രീയെ
അച്ഛൻ പിടിച്ചിരുത്തി വിശേഷങ്ങൾ ചോദിക്കുക. എവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണോ ഇതൊക്കെ? നിർത്തേണ്ടവരെ നിർത്തേണ്ട സ്ഥാനത്ത് നിർത്തണമെന്ന് പണ്ടേ അച്ഛൻ അറിഞ്ഞൂടാ. അതിന്റെ ഫലമാ നമ്മളിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അച്ഛൻ ഇരിക്കാൻ പറഞ്ഞെന്ന് വെച്ച് ആ സ്ത്രീ ഉടനെ ഇരിക്കൂ? എന്ത് ധിക്കാരം അവര് കാണിച്ചത്? അതെ, ഞാനങ്ങോട്ടൊന്ന് ചെല്ലട്ടെ. അയ്യോ, വല്യേച്ചി ചെന്ന് എഴുന്നേക്കാൻ പറഞ്ഞ അവരോട് ഇരിക്കാൻ പറയൂ അച്ഛൻ. അപ്പൊ വല്യേച്ചി ആരായി? ആ സ്ത്രീയുടെ സംസാരവും രീതിയും കണ്ട ബന്ധുവാണെന്നേ തോന്നും. അത് ശരിയാണല്ലോ, അമ്മൂനെ പേരക്കുട്ടിയാക്കി വച്ചിരിക്കല്ലേ അച്ഛനും അമ്മയും. ശ്രീദേവിക്കാണെങ്കിൽ പിറക്കാതെ പോയ മോളും, വല്യേച്ചിയുടെ മോൾക്ക് മരിച്ചുപോയ അനിയത്തിയുടെ പുനർജന്മവും. ഇതൊക്കെ അറിഞ്ഞും നന്നായി മനസ്സിലാക്കിയും തന്നെയാ അമ്മൂന്റെ ബന്ധുക്കൾ രംഗപ്രവേശം ചെയ്തിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ കൊച്ചുമോളാ, മൂത്ത മോളുടെ മകള്. അമ്മുന്റെ വല്യമ്മ എടുത്ത് എപ്പ എത്തി? ആഹാ, പരിചയപ്പെടുത്താതെ തന്നെ മോക്ക് ഞങ്ങളെ മനസ്സിലായല്ലോ. അതല്ലേ ഞാനും അമ്മും തമ്മിലുള്ള ആത്മബന്ധം. ഓ, എനിക്ക് നിങ്ങളെ എല്ലാരെയും അറിയാം. ഞാൻ ഒച്ച വെച്ചിട്ടോ എതിർത്തിട്ടോ ഒരു കാര്യവും ഇല്ല. ആരും അത് വകവച്ചും തരില്ല. എനിക്ക് തോന്നുന്നതൊന്നും പിഴച്ചു പോവാറില്ല. അവരിവിടെ കുറച്ചു ദിവസം പുറത്തിട്ടേ പോവൂ. എന്തൊരു ഗതികേടാണെന്ന് ഓർക്കണം. വല്ല സഹായവും പ്രതീക്ഷിച്ച് വന്നതാവും. അത് കിട്ടിക്കഴിഞ്ഞ് പോവുകയും ചെയ്യും. അതിൽ കൂടുതലൊക്കെ അവറ്റകൾ ഇവിടെ എന്ത് ചെയ്യാനേ? ഇങ്ങനെ ആയിരുന്നല്ലോ ആ അമ്മു ശ്രീകുട്ടിയുടെ കൂടെ വന്നത്. അതിപ്പോ എവിടം വരെ ആയി ഒന്ന് ആലോചിച്ചു നോക്ക്. മുളയിലെ നുള്ളി കളയേണ്ടത് ഇപ്പൊ മരമായി. ഇപ്പൊ ആ മരം ഒരു കാടാവാൻ പോകുന്നു. അപ്പോഴും വല്യേച്ചി കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള സാമാന്യ ബുദ്ധി പോലും കാണിക്കുന്നില്ല. നിങ്ങളോടൊക്കെ ഞാൻ എന്ത് പറയാനാ? എടാ നന്ദൂട്ടാ, നിനക്ക് സുഖാണോടാ? സ്കൂളിലൊക്കെ പോയി തുടങ്ങിയോ? പോകുന്നുണ്ട്. ശ്രീജയെടുത്തിയല്ലേ? അതെ, അതിശയായിരിക്കുന്നല്ലോ. ഇനി പേടിക്കേണ്ടത് ശ്രീകുട്ടിയെ. എന്താ മോളുടെ പേര്? സ്വാതി. ശ്രീകുട്ടിന്ന് വീട്ടിൽ വിളിക്കും. കെട്ടിച്ചുവിട്ട പെൺമക്കൾ ഇവിടെ ആണെന്നാ തോന്നുന്നത്. സഞ്ജുവിന്റെ അപ്പച്ചിയുടെ മോളെന്ന് പറയുമ്പോ ഈ ചാട്ടക്കാരി പെണ്ണ് സഞ്ജുവിന്റെ മുറപ്പെണ്ണായിട്ട് വരുമല്ലേ? അത് സുഖമുള്ള കാര്യമല്ലല്ലോ. ആ, ഒരെണ്ണം എടുത്ത് കഴിച്ചു നോക്കിയേ. വീട്ടിലെ നാളികേരം ആട്ടിയ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയതാ. അയ്യോ വേണ്ട, ഷുഗറാ. ഓ, ഒരെണ്ണം കഴിച്ചാൽ ഒന്നും സംഭവിക്കില്ല. നന്നായിട്ടുണ്ട്, മതി, ഇത് മുഴുവനും കഴിക്കണ്ട. ആനന്ദവല്ലി പറഞ്ഞത് സത്യമാ കേട്ടോ. എടുത്ത് കഴിക്ക് ശ്രീകുട്ടി. അമ്മ വരട്ടെ, ഞങ്ങൾ ഒന്നിച്ച് കഴിച്ചോളാം. അമ്മ ഇങ്ങോട്ട് വന്നത് തന്നെ. അമ്മ ഇങ്ങോട്ട് വന്നതുകൊണ്ടാ ശ്രീകുട്ടിയും വലിയേച്ചി ഇങ്ങോട്ട് വന്നത്. അവളുടെ അച്ഛനെ വിദേശത്താ. ശ്രീകുട്ടി പഠിക്കുവാണോ? ആ, BBA കഴിഞ്ഞ് നിൽക്കുവാ ഞാൻ. ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചനകളൊക്കെ ഉണ്ട്. MBA ചെയ്യാനാ സഞ്ജു പറയുന്നത്. എനിക്ക് പഠിപ്പൊക്കെ മടുത്തന്നേ. നീ ഒന്ന് മുകളിലേക്ക് കയറി പോ ശ്രീകുട്ടി. എന്നാ പിന്നെ കല്യാണം ആലോചിച്ചൂടെ? കല്യാണമൊക്കെ ഉറപ്പിച്ചു വെച്ചിരിക്കുകയല്ലേ. അവളുടെ അച്ഛന്റെ വരവും പ്രതീക്ഷിച്ചിരിക്കുക ഞങ്ങള്. ഓ, കല്യാണം ഉറപ്പിച്ചോ? എല്ലാം തുലഞ്ഞത് തന്നെ. പയ്യൻ എന്ത് ചെയ്യുന്നു? എന്തായാലും ഈ കുടുംബത്തിൽ വന്നുചേരുന്ന പയ്യൻ കോടീശ്വരനാണെന്നറിയാം. അങ്ങനെ വേറൊരു കുടുംബത്തിലേക്ക് അവളെ അയക്കാൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല. അതെ, ഞങ്ങളുടെ തറവാട്ടിൽ തന്നെയുള്ളൊരു പയ്യനാ ശ്രീകുട്ടി കല്യാണം കഴിക്കാൻ പോകുന്നത്. പക്ഷെ ഇൻവിറ്റേഷൻ ലെറ്റർ പുറത്തിറക്കുന്നത് വരെ പയ്യന്റെ പേര് പറയാൻ പാടില്ലെന്നാ വിവാഹപ്പുറത്ത് നോക്കിയ ശാസ്ത്രികൾ പറഞ്ഞത്. അതപ്പോ ഞാൻ അറിഞ്ഞില്ലല്ലോ. എൻഗേജ്മെന്റ് നടന്നത് മറന്നോ? നിങ്ങൾക്കിതിലൊന്നും വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് ശ്രീദേവിയടുത്തി പറയാത്തതാ. വിവാഹം നീണ്ടുപോകാനുള്ള കാരണവും അതാ. അച്ഛനും അമ്മയ്ക്കും അതറിയാം, നിന്റെ അമ്മയ്ക്കും അതറിയാം. ശ്രീകുട്ടി ഇനി കൂടുതലൊന്നും ചോദിക്കണ്ട. കാവേരി
പറയുന്നതിൽ എന്തോ കാര്യമുണ്ട്. ഇവരൊക്കെ വിളിച്ചപേക്ഷിക്കുന്ന കൂട്ടരാവും. ശരിയല്ലേ അമ്മേ? അതെ മോളെ, കുറി അടിച്ചിട്ട് മാത്രമേ നമ്മൾ പേരും വിവാഹ തീയതിയും പറയാവൂ. ഹോ, എന്തൊക്കെ ആചാരങ്ങളാ. നിങ്ങളെ എന്തായാലും ഞങ്ങൾ ക്ഷണിക്കാൻ വരും. അത് വേണമല്ലോ, ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കുന്ന അങ്ങനെയൊക്കെയല്ലേ. അതെ. സഞ്ജുവിനെ ഇതുവരെ കണ്ടില്ലല്ലോ. അല്ല, നിങ്ങൾ വന്ന വിവരം ഇതുവരെ സഞ്ജു അറിഞ്ഞില്ലേ? അവന് പേടിച്ച് ചെന്ന് പറയുന്നത് എങ്ങനെയാ? ആ, സഞ്ജുനെ ഞാൻ കൂട്ടിക്കൊണ്ടുവരാം. എന്നാ നിങ്ങൾ വാ, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അവര് ക്ഷേത്രത്തിൽ നിന്ന് വരാൻ വൈകുന്ന ലക്ഷണ കാണുന്നത്. മൃത്യുഞ്ജയ ഹോമം നടത്തുന്നുണ്ടാവും. നിങ്ങൾ ചെന്ന് കഴിക്കേ. അല്ല, സഞ്ജുവിനെ വിളിക്കാൻ പോയേക്കല്ലേ, അവനോട് വരട്ടെ. അയ്യോ, അവരാണെന്ന് തോന്നുന്നു. എന്റെ ദൈവമേ, ദിനേശ് ഏട്ടൻ ഇതുവരെ പൊതിഞ്ഞുകൊണ്ട് പോയതൊക്കെ ഈ മനുഷ്യൻ കുടഞ്ഞിടും. കുട്ടിയും പെണ്ണും തള്ളയായിട്ട് ഇത് ഏത് അവതാരങ്ങളെ കെട്ടിയെടുത്തിരിക്കുന്നത്? ഇതിന്റെ ഭർത്താവാ ദിനേശ് ഏട്ടൻ. ഭർത്താവോ? ഭർത്താവെന്നാണോ കാവേരിമോള് പറഞ്ഞത്? എന്താ നിങ്ങൾക്ക് സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ പറ, ഞാൻ തീർത്തരാം. അയ്യോ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചു പറഞ്ഞല്ല. നിങ്ങൾ എന്തുദ്ദേശിച്ചാ പറഞ്ഞതെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. പോട്ടെ ദിനേശ് ഏട്ടാ. എടി, നിന്റെ ഭർത്താവായിരിക്കാൻ എനിക്ക് യോഗ്യത ഇല്ലെന്നാണ് അവർ പറഞ്ഞത്. ദിനേശ വിട്ടേക്ക്. ഏതാടി ഈ മാനേഴ്സ് ഇല്ലാത്ത കൂട്ടര്? ദിനേശ് ഏട്ടാ, പ്രശ്നം ഉണ്ടാക്കരുത്. ദിനേശ് ഏട്ടാ, ഒന്നിങ്ങോട്ട് വന്നേ, നടക്ക്. അമ്മുവിന്റെ വല്യമ്മേ ഏട്ടത്തിയ. എന്നിട്ടാണോ ഈ സ്ത്രീ ഇവിടെ ഞെളിഞ്ഞിരുന്ന് വീട്ടുകാരെ ഭരിക്കുന്നത്? എന്ത് യോഗ്യത ഇവർക്കുള്ളത്? ആരാ ഇവരെ പിടിച്ച് ഇവിടെ ഇരുത്തിയത്? ഈ വീട്ടിൽ കയറി വരാനും ഇരിക്കാനും യോഗ്യത ഉള്ളതുകൊണ്ടാ ഞാൻ വന്നത്. നിങ്ങളുടെ യോഗ്യതയൊക്കെ എനിക്കറിയാം. അവളെ ഇവിടെ പലരും എടുത്ത് തലയിൽ വച്ചിരിക്കണമെന്ന് കരുതി ദിനേശന്റെ നേരെ വരരുത്. വിവരം അറിയും. ഓ, പിന്നെ ഞാൻ എന്ത് വിവരം അറിയുന്ന? നീ ഇവിടുത്തെ പെണ്ണിനെയും കെട്ടി ഇവിടെ ഉണ്ടുറങ്ങി കഴിയുന്നവനാണെന്ന് എനിക്ക് മനസ്സിലായി. നിന്നേക്കാൾ അവകാശവും അധികാരവും എന്റെ മോക്ക് ഈ വീട്ടിലുണ്ട്. അവള് വലിഞ്ഞു കയറി വന്നൊന്നുമല്ല. സഞ്ജുവിനെ വിളിക്ക്, അവൻ മറുപടി പറയട്ടെ. കണ്ട അലവലാദികളെ കൊണ്ടിരുത്തി എന്നെ നാണം കെടുത്തുകയാണല്ലേ? ദിനേശ് ഏട്ടാ, ഞാൻ അലവലാദിയാണെങ്കിലേ നീ എന്തിനാണ് നിന്റെ ഭാര്യ എന്റെ വീട്ടിലോട്ട് വിട്ടത്? അവൻ ഈ വീട്ടിലെ മരുമകനാ. അമ്മൂന് ഇവിടെ ഒരു സ്ഥാനം ഉണ്ടെന്ന് കരുതി നിങ്ങൾ എന്തു പറയരുത്. അമ്മ ഇനിയൊന്നും പറയരുത്. എല്ലാത്തിനും ഇവിടുന്ന് പറഞ്ഞു വിട്ടേക്കണം, കേട്ടല്ലോ? ദിനേശ് ഏട്ടാ, ഒന്നിങ്ങോട്ട് വന്നേ, നടക്ക്. കാരണം അവര് പറ, ഞാൻ എന്തെങ്കിലും മോശമായിട്ട് സംസാരിച്ചോ? എന്നെയല്ലേ അയാൾ അപമാനിച്ചത്? നിങ്ങൾ രണ്ടു കൂട്ടരും വളരെ മോശമായി സംസാരിച്ചു. ഇനി ഇത് ആവർത്തിക്കരുത്. നല്ല കുടുംബത്തിലാ ഞാനും ജനിച്ചതേ. അപമാനിച്ച സഹിച്ചിരിക്കാനൊന്നും പറ്റില്ല. എന്റെ മോൾ ഇവിടെ ജീവിക്കുന്നെന്ന് കരുതി ഞാൻ അടങ്ങിയതാ. നിങ്ങളൊക്കെ നല്ല ആളുകളാ, എനിക്ക് മനസ്സിലായി. അവൻ കള്ളും കുടിച്ചിട്ടല്ലേ കയറി വന്നത്. അതുകൊണ്ടാ ഞാനങ്ങ് ക്ഷമിച്ചതും. റിങ് ചെയ്യുന്നുണ്ട്. ഇനി അമ്മുവിന്റെ ഫോൺ സൈലന്റ് മോഡിലായിരിക്കോ? അമ്മുവിന്റെ റൂമിൽ നിന്നാണല്ലോ. അവള് ഫോൺ കൊണ്ടുപോയിട്ടില്ല. ഛേ, ഞാൻ ഇവിടെ കിടന്ന് വിളിച്ചിട്ട് വലിയ കാര്യമുണ്ടോ? എന്താ ഇപ്പൊ ചെയ്യാ? ലാപ്ടോപ്പ് ഇവിടെ. സഞ്ജു, പറ സ്വാതി. സഞ്ജു, താഴെ ആരൊക്കെ വന്നിരിക്കുന്നെന്ന് അറിഞ്ഞോ? ഞാൻ പറയുന്ന സഞ്ജു കേൾക്കുന്നുണ്ടോ? നീ പറഞ്ഞോ, എനിക്ക് കുറച്ച് ജോലി തിരക്കുണ്ട്. ഞാൻ കേൾക്കല്ലേ? അമ്മുവിന്റെ വല്യമ്മയും ഏടത്തിയമ്മയും അവരുടെ മോനും വന്നിട്ടുണ്ട്. ആരെ അറിയിക്കാതെ അവര് വന്നത്. അതിന് ഞാൻ എന്താ സ്വാതി വേണ്ടത്? അമ്മയും അമ്മും ക്ഷേത്രത്തിൽ പോയിട്ട് ഇതുവരെ മടങ്ങി വന്നിട്ടില്ല. അതിനെന്താ, അവരോട് വെയിറ്റ് ചെയ്യാൻ പറ. അമ്മുവിന്റെ വല്യമ്മ സഞ്ജുവിനെ അന്വേഷിക്കുന്നു. എന്നെ എന്തിനാ അവരന്വേഷിക്കുന്നത്? അമ്മുവിനെ കാണാൻ വന്നവര് അവളെ കണ്ടിട്ട് പോണം. അവര് കാണണമെന്ന് പറയുമ്പോ നിനക്ക് എന്താ സ്വാതി? ഞാനൊരു ജോലി ചെയ്തോണ്ടിരിക്കുന്ന കാണുന്നില്ലേ? അമ്മു അമ്മയും നടന്ന ക്ഷേത്രത്തിലേക്ക് പോയത്.
സഞ്ജു അവരൊന്ന് കൂട്ടിക്കൊണ്ടുവന്നാ മതി. പ്ലീസ്, അതെങ്കിലും ഒന്ന് ചെയ്. ചേട്ടാ, എനിക്ക് ഇവിടെ നിന്ന് എഴുന്നേക്കാനൊന്നും പറ്റില്ല. നീ വണ്ടി എടുത്തുകൊണ്ടേ അവരെ കൂട്ടിക്കൊണ്ടുപോവാ. പോ. സച്ചി എന്റെ വണ്ടി എടുത്താ പുറത്തു പോയത്. സഞ്ജുവിന്റെ വണ്ടി ഞാൻ ഇതുവരെ ഓടിച്ചിട്ടുമില്ല. സ്വാതി, എനിക്ക് ഈ ജോലി നിർത്തി വെച്ചിട്ട് പോകാനൊന്നും പറ്റില്ല. നീ അവർക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊടുക്ക്. അപ്പോഴേക്കും ക്ഷേത്രത്തിൽ പോയ അമ്മയും വരുമല്ലോ. സഞ്ജുവിനെ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ ഞാൻ അവരോട് പറഞ്ഞുപോയി. വന്നിരിക്കുന്നത് VIP ഒന്നും അല്ലല്ലോ. നീ നിന്റെ കാര്യം നോക്ക് സ്വാതി. ഓരോ നിസ്സാര കാര്യങ്ങൾക്ക് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കരുത്. ശരി, ഞാനും ഇനി താഴേക്ക് പോകുന്നില്ല. എന്റെ വിലയാ പോകുന്നത്. ആ, അതാ നല്ലത്. നീ നിന്റെ റൂമിൽ പോയിരിക്കെ. അമ്മേ, ക്ഷേത്രനടയിൽ തൊഴുതു നിൽക്കുമ്പോഴും പൂജ ചെയ്യുമ്പോഴും അമ്മയുടെ മുഖത്ത് സന്തോഷമുണ്ടായിരുന്നു. പിന്നീട് ആ സന്തോഷമൊക്കെ പോയി. ശാസ്ത്രികളെ കണ്ടതിന് ശേഷം അതൊക്കെ ഉണ്ടായത്. അത് തന്നെ എന്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. അതൊരു അപകടത്തിന്റെ മുന്നറിയിപ്പായിട്ടാ തോന്നുന്നത്. മകനും മരുമകൾക്കും ഇപ്പോ സമയം ശരിയില്ലെന്നല്ലേ ശാസ്ത്രികൾ പറഞ്ഞത്? അതെ. പിന്നീടൊന്നും പറയാൻ നിൽക്കാതെ ശാസ്ത്രികൾ പോവുകയും ചെയ്തു. സഞ്ജു ശ്രീകുട്ടി ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. സൂക്ഷിക്കേണ്ടത് ഞാനാ അമ്മേ. മരുമകൾ എന്ന് ശാസ്ത്രികൾ പറഞ്ഞത് ചേച്ചി ഉദ്ദേശിച്ചല്ല. എന്ത് ചെയ്യാനാ? ഞാൻ പറഞ്ഞാൽ അവരനുസരിക്കണ്ടേ? സദാസമയവും അവര് കാറിൽ കറങ്ങിക്കൊണ്ടിരിക്കുക. ഇനി എന്താ ആപത്താ വരാൻ പോകുന്നേ? ആപത്ത് വരാൻ പ്രത്യേകിച്ച് കാരണം വല്ലതും വേണോ മോളെ? രാജുട്ടൻ നമ്മളെ അന്വേഷിച്ച് വരുന്നേന്ന് തോന്നുന്നു. ദൈവമേ, അവനെന്താ ധൃതി പിടിച്ച്? ഞാൻ ഫോൺ എടുക്കാതെ വന്നത്. വിളിച്ചിട്ട് കിട്ടിക്കാണില്ല. നിങ്ങളെന്താ ഓട്ടോയിൽ വരാതിരുന്നത്? അല്ല, വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് നീ ആദ്യം പറ. അവിടെ പ്രശ്നമൊന്നുമില്ല. ഓ, നിന്റെ വരവ് കണ്ട് ഞാൻ പേടിച്ചു പോയി. അല്ല, സഞ്ജു ശ്രീകുട്ടിയും പുറത്തു പോയോ? അവര് വീട്ടിലുണ്ട്. പിന്നെ നീ എന്തിനാ വന്നേ? അത് കുറച്ച് വിരുന്നുകാർ വന്നിട്ടുണ്ട്. നെല്ലിശ്ശേരിന്നാണോ? അല്ല, തച്ചിലടുത്ത് നിന്നാ. എന്താ രാജുട്ടൻ പറഞ്ഞത്? അത് അമ്മൂന്റെ തറവാടല്ലേ? അതെ. രാജുട്ടൻ ആര് വന്നത്? അമ്മൂന്റെ വല്യമ്മയും പിന്നെ ഏട്ടന്റെ ഭാര്യയും കുട്ടിയും. ഈശ്വര, ചതിച്ചോ? അതിന് നിന്റെ മുഖം എന്താ പാടിയത്? നിന്നെ ദ്രോഹിച്ചവരാണെങ്കിലും വന്നിരിക്കുന്നത് നിന്റെ ബന്ധുക്കളല്ലേ? ഒരതൃപ്തിയും കാണിച്ചേക്കരുത്. എന്തിനാ ദൈവമേ അവര് വന്നത്? എന്നെ ഇവിടെയും ജീവിക്കാൻ അനുവദിക്കല്ലേ? നിന്നെ മംഗലശ്ശേരിന്ന് പുറത്താക്കാൻ അവര് വിചാരിച്ച നടക്കുന്ന കാര്യമാണോ അമ്മു? ഇവിടുന്ന് കാവേരി സച്ചി അങ്ങോട്ട് പോയതല്ലേ? ഒരു ദിവസം അവിടെ അവരുടെ അതിഥികളായി താമസിക്കുകയും ചെയ്തു. മാന്യമായ അവരൊക്കെ സച്ചിയോടും കാവേരിയോടും പെരുമാറിയത്. ഇപ്പൊ അവർക്ക് തോന്നിക്കാണും നീ താമസിക്കുന്ന സ്ഥലവും വീടും വീട്ടുകാരെയും ഒക്കെ കാണണോന്ന്. സംസാരിച്ചിക്കാൻ സമയമില്ല. നിങ്ങളൊന്ന് വേഗം വന്നേ. അവരെയും ഞാനൊന്ന് കാണാൻ ആഗ്രഹിച്ചതാ. നീ പറഞ്ഞു കേട്ട അറിവല്ലേ ഉള്ളൂ. വാ, പോകാം. ശാസ്ത്രികൾ പറഞ്ഞത് എത്ര സത്യം. ഇതിലും വലിയ ആപത്ത് അദ്ദേഹത്തിന് എനിക്കും വേറെ എന്താ വരാനുള്ളത്? എല്ലാം അവസാനിക്കാൻ പോവാണല്ലോ ദൈവമേ. മരിച്ചു വീണാ മതിയായിരുന്നു. അമ്മു, നീ എന്താ മോളെ ആലോചിച്ച് നിൽക്കുന്നേ? വാ, പോവാം. രാജു, അവളെ വിളിച്ചിട്ട് വാ. രാജുട്ടാ, എന്ത് ചെയ്യാനമ്മു? ഞാൻ എങ്ങോട്ടെങ്കിലും ഓടിപ്പോട്ടെ. അപ്പൊ സഞ്ജുവിന്റെ കാര്യോ? നീ വാമു. എന്ത് തന്നെ ആയാലും നേരിട്ടല്ലേ പറ്റൂ. വാ. ഇവിടെ നിന്ന് പുറത്തു കിടക്കാനും പറ്റുന്നില്ലല്ലോ. അവര് വരുന്നതിന് മുമ്പായിരുന്നെങ്കിൽ ലോകത്തിന്റെ ഏതെങ്കിലും കോണിലേക്ക് രക്ഷപ്പെട്ടു പോകായിരുന്നു. ലക്ഷ്മിയെ വിളിക്കാൻ പോയവനെയും കാണുന്നില്ല. അല്ല, അവള് വന്നിട്ട് എന്ത് ചെയ്യാനാ? വെറുതെ കരഞ്ഞോട് നിൽക്കാന്നല്ലാതെ എന്ത് ചെയ്യാൻ കഴിയും? നാശം.
ആ നരേന്ദ്രൻ തന്നെയാവും ഇവരെ പറഞ്ഞു വിട്ടത്. അവന് മാത്രമേ ഈ വീടറിയൂ. അവനെ ഞാൻ ജീവനോടെ വെച്ചേക്കില്ല. ഇങ്ങനൊരു ദുരന്തം നടക്കുമ്പോൾ സ്വാതി വല്യപ്പച്ചി ഇവിടെ ഉള്ളതാ എന്നെ ഭ്രാന്ത് കൊടുക്കുന്നത്.